കോളേജിൽ നേരെ ഒരു പരിപാടിക്ക് പോയിട്ട് നേരെ നമ്മൾ സൂവിലോട്ട് പോയി. കൂട്ടുകാരെല്ലാവരും ഒരു കറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയ സമയത്ത് കുറേ സംഭവങ്ങളൊക്കെ അവിടെ കണ്ട്. അങ്ങനെ അവിടെ കണ്ട സമയത്ത് കുറച്ച് ഒട്ടകപ്പക്ഷി അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ കണ്ട് നേരെ പോവുകയാണ്. അപ്പോഴവിടെ ചെന്നപ്പോഴാണ് ഒരു കഴുകൻ അവിടെ നിൽക്കുകയാണ്. ഈ കഴുകനാണെങ്കിൽ വരണവർക്കും പോണവർക്കും എല്ലാം ഫോട്ടോയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോസ് ചെയ്തൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഒരു നമ്മളെങ്ങനെയാണ് ഫോട്ടോ യൂസ് ചെയ്യണം അതേപോലെ ചെറുക്കാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കൊക്കൊക്കെ നിൽക്കുന്ന ഒരു കൂടാരത്തിലോട്ട് നേരെ കയറിപ്പോയപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു മച്ചൻ വായൊക്കെ തുറന്നു ഇങ്ങനെ വായിൽ അകത്തോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് മീൻ വന്ന് കയറാൻ വേണ്ടിയിട്ട് അതേതാണ്ടാണ്ട് ഈ നിൽക്കുന്ന മച്ചാനാണ് ഈ വാ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് വെച്ചേക്കുന്നത്. മീൻ എന്തെങ്കിലും വന്ന് കയറുന്ന സമയത്ത് വാപ്പഴി അടയ്ക്കണമെന്നുള്ള മൈൻഡിൽ നിൽക്കുകയാണ്. അവിടെ നേരെ പോയി കുറച്ച് മാനിനെയൊക്കെ കണ്ട് എങ്ങനെയൊക്കെ പശുവിൻ്റെ തലയുള്ള മാനൊക്കെ കണ്ട് അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് നേരെ പോയി കാട്ടുപോത്തിനെ കണ്ടത്. നമ്മൾ ജിമ്മിൽ പോയി 5-10 വർഷം വർക്കൗട്ട് ചെയ്താലും കിട്ടാത്തത് പുല്ലും കഴിച്ചാണ് ഇവന്മാർ ഇതുണ്ടാക്കുന്നത്. പ്രോട്ടീനും അതും കഴിച്ചാലും കിട്ടാത്ത സാധനമാണ്. പിന്നെ അങ്ങനെ പോയപ്പോൾ കാടിലെ രാജാവ് കിടന്ന് ഉറക്കം വരുന്നു. അത് കഴിഞ്ഞ് മുള്ളംപന്നികളെല്ലാം ഇല്ല അയല വറുത്തിട്ടാണ് അങ്ങനെ അടുങ്ങി കിടക്കുകയാണ്. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അവർക്കൊക്കെ ഒരു ടാറ്റയെ കൊടുത്ത് നേരെ ഒട്ടകപ്പക്ഷിയുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഒട്ടകപ്പക്ഷിയെല്ലാം നീല കളറിയിരിക്കുന്നു. എന്തോ അസുഖത്തിന് മരുന്ന് വെച്ചിട്ട് കൊടുത്തങ്ങനെയാണ് ആദ്യം നമ്മളെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിലും അതങ്ങനെ